നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാലാം ഘട്ട ലോക്ക്ഡൌണും കഴിഞ്ഞ് അൺലോക്ക് 1 നിൽക്കുമ്പോൾ ഇന്ത്യയിലെ കോവിഡ് വ്യാപനം ആശങ്കാജനകമായ സ്ഥിതിയിലാണ്. ലോകത്ത് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇന്ത്യ 4-മതും രോഗവ്യാപനത്തിൽ 3-മതുമാണ്. ആസൂത്രണമില്ലാതെ നടപ്പാക്കിയ ലോക്ക്ഡൌൺ ആണെന്നും പരാജയപ്പെട്ട പ്രതിരോധമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുകയാണ് പുതിയ കണക്കുകൾ. ദിവസമെടുത്ത ഇന്ത്യയിൽ 2 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം രോഗികളാകാനെടുത്തത് വെറും 10 ദിവസം മാത്രം. ഈ കണക്കുകൾ വെളിവാക്കുന്നത് ലോക്ക്ഡൌൺ നടപ്പാക്കുന്നതിലെ പാളിച്ചകളല്ലേ? ലോക്ക്ഡൌണിൽ പോലും കോവിഡ് ഏറെ പടർന്നു പിടിച്ച മഹാരാഷ്ട്രയെയും ഡൽഹിയെയും തമിഴ്നാടിനെയും സമൂഹവ്യാപന കേന്ദ്രങ്ങളായി കണക്കാക്കിയില്ലെങ്കിലും രോഗത്തിൻ്റെ ക്ലസ്റ്ററുകളായി വിലയിരുത്തിയിരുന്നു. ഈ അവസ്ഥയിലാണ് ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളെ മുംബൈ, ഡൽഹി, ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിലേക്ക് മാറ്റാനുള്ള ശ്രമം ആരംഭിക്കുന്നത്. അതായത് രോഗവ്യാപനം വർദ്ധിക്കുന്നതിനിടെയാണ് മാറ്റം. ഇവർ അവരുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ വീട്ടുകാർക്ക് രോഗം പടരാനുള്ള സാധ്യത ഏറെയാണ്. പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നതും ഇത്തരത്തിൽ രോഗം പടർന്നു എന്ന് തന്നെയാണ്. ഹോം സ്പ്രെഡിംഗ് എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള രോഗവ്യാപനത്തെ ഇന്ന് നിർവചിക്കുന്നത്. ഇതെല്ലാം ഒഴിവാക്കാമായിരുന്നതാണ്. ലോക്ക്ഡൗൺ ആസൂത്രണമില്ലാതെ നടപ്പാക്കിയതിൻ്റെ തെളിവാണിത്. തൊഴിലാളികളെയും ഇതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെയുമെല്ലാം സ്വന്തം നാടുകളിൽ എത്തിച്ച ശേഷമായിരുന്നു ലോക്ക്ഡൗൺ നടപ്പാക്കിയിരുന്നതെങ്കിൽ ഇന്ന് രോഗം ഇത്രയേറെ വ്യാപിക്കില്ലായിരുന്നു. ലോക്ക്ഡൌണിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവാസികളെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതും മെച്ചപ്പെട്ട ഫലം നൽകിയേനെ. गांव में अभी स्वास्थ्य सेवाएं तैयार भी नहीं हुई थी, राज्य भी उनको लेने के लिए तैयार नहीं हुए थे. उस वक्त हमारी क्वारंटाइन करने की व्यवस्था भी ठीक नहीं थी और टेस्टिंग व्यवस्था भी अभी बन रही थी हमारे देश की, और ये सारा 2 महीने के अंदर हमने तैयार किया. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുന്നത് രോഗവ്യാപന സാധ്യത കൂട്ടുക മാത്രമാണ് ചെയ്യുക. യാതൊരു ആലോചനയും കൂടാതെ നടത്തിയ ലോക്ക്ഡൌൺ എന്ന് പ്രതിപക്ഷം ആരോപിച്ചതിനെ ഈ അവസരത്തിൽ തെറ്റു പറയാനുമാകില്ല. We are the only country in the world where the virus is exponentially rising and we are removing a lockdown. So it is pretty clear that the aim and the purpose of our lockdown has failed. What India is facing now in front of us is the result of a failed lockdown. But we want to understand what the government's view is going forward. We want to understand what is their strategy. It is pretty clear that 4 stages of lockdown have not produced the result that the Prime Minister expected. മുംബൈ, ഡൽഹി, ചെന്നൈ അടക്കമുള്ള നഗരങ്ങളിലെ ജനസംഖ്യയുടെ 15 മുതൽ 30% വരെ പേർക്ക് കോവിഡ് രോഗമുണ്ടെന്നാണ് അനൗദ്യോഗിക കണക്ക്. ഈ കണക്ക് ശരിയാണെങ്കിൽ ഈ നഗരങ്ങളിലെ 3-ൽ ഒരാൾക്ക് കോവിഡ് രോഗമുണ്ട്. അതിലും പ്രധാനപ്പെട്ടത് ഇതിൽ ബഹുഭൂരിപക്ഷത്തിനും കോവിഡ് പിടിപെട്ടത് എങ്ങനെയെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ്. കോവിഡ് രോഗവ്യാപനത്തിൻ്റെ വ്യാപ്തി അറിയാൻ ICMR സെറോ സർവേ എന്ന പേരിൽ പരിശോധന നടത്തി. 21 സംസ്ഥാനങ്ങളിലെ 70 ജില്ലകളിൽ നിന്നായി 24,000 പേരുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഇതിനു പുറമെ കോവിഡ് ഹോട്ട്സ്പോട്ടുകളായ മുംബൈ, അഹമ്മദാബാദ്, പൂനെ, ഡൽഹി, കൊൽക്കത്ത, ഇൻഡോർ, താനെ, ജയ്പൂർ, ചെന്നൈ, സൂറത്ത് തുടങ്ങിയ 10 നഗരങ്ങളിൽ നിന്ന് 5,000 പേരുടെ രക്തസാമ്പിളുകളും ശേഖരിച്ചു പരിശോധിച്ചു. കേന്ദ്ര സർക്കാരിന് മെയ് അവസാനം റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഫലം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണ്?
രാജ്യം കോവിഡിൻ്റെ പിടിയിലമരുമ്പോഴും എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുന്നത്? വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അതിനൊരു മറുപടിയേയുള്ളൂ. സർവേ ഫലം പുറത്തു വന്നാൽ രാജ്യത്ത് സമൂഹ വ്യാപനമുണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും. അടച്ചിടൽ കൊണ്ട് പ്രതീക്ഷിച്ച ഗുണമുണ്ടായില്ലെന്ന് സമ്മതിക്കേണ്ടി വരും. പാത്രത്തിൽ മുട്ടിയതും വിളക്ക് കത്തിച്ചതും വെറുതെയായിരുന്നുവെന്ന് പറയേണ്ടി വരും. കോവിഡിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ചികിത്സാ നിയന്ത്രണങ്ങളുടെ പേരിൽ രാഷ്ട്രീയ വിവാദം മാത്രമല്ല, ജനങ്ങളിൽ നിന്നും ഏറെ പഴിയും കേട്ടു. ലഫ്റ്റനന്റ് ജനറൽ അനിൽ ബൈജാൽ വിവാദ തീരുമാനം റദ്ദാക്കിയെങ്കിലും അതേ ചൊല്ലിയുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ തുടരുകയാണ്. എന്തിനേറെ പറയുന്നു, സുപ്രീം കോടതിയിൽ നിന്നുവരെ പഴി കേൾക്കേണ്ടി വന്നു കെജ്രിവാൾ സർക്കാർ. കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ഡൽഹിയും. രണ്ടിടത്തും മറ്റൊരു പ്രത്യേകതയുമുണ്ട്. കോവിഡ് പ്രതിരോധത്തെ ചൊല്ലി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും രണ്ട് തട്ടിലാണെന്നതാണ് ആ പൊതു പ്രത്യേകത. ആദ്യം എതിർചേരിയിലെത്തിയത് ഡൽഹിയാണ്. നിസാമുദ്ദീൻ സമ്മേളനത്തെ ചൊല്ലിയായിരുന്നു ആ തർക്കം. ഇപ്പോഴത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവർക്ക് കോവിഡ് ചികിത്സ നൽകാനാകില്ലെന്ന തീരുമാനത്തെ ചൊല്ലിയാണ്. दिल्ली सरकार के जो अस्पताल हैं वो अस्पताल केवल दिल्ली के लोगों के लिए रिजर्व होने चाहिए. प्राइवेट अस्पताल केवल दिल्ली वालों के लिए रिजर्व रहेंगे कोरोना तक. लेकिन कुछ प्राइवेट अस्पताल ऐसे हैं जो स्पेशल किस्म की सर्जरी करते हैं, जो सर्जरी बाकी देश भर में अवेलेबल नहीं है और लोगों को अपनी जान बचाने के लिए दिल्ली आना पड़ता है. जैसे ऑन्कोलॉजी सर्जरीज हैं, ट्रांसप्लांटेशन है, न्यूरो सर्जरीज हैं. इस किस्म की कुछ सर्जरीज जो कुछ चंद अस्पताल करते हैं, उन सर्जरीज के लिए देश भर से लोग अगर दिल्ली आके अपनी सर्जरी करवाते हैं, वो पूरे देश के लोगों के लिए खुला रहेगा. കേൾക്കുമ്പോൾ ആറെ തണുത്ത വാർത്തയെന്ന് തോന്നുമെങ്കിലും ഇതേ ചൊല്ലി ഇപ്പോഴും രാഷ്ട്രീയ പോര് തുടരുകയാണ്. തീരുമാനം വിവാദമായതോടെ ലഫ്റ്റനന്റ് ജനറൽ അനിൽ ബൈജാൽ വിവാദ തീരുമാനം റദ്ദാക്കി. പക്ഷേ അതിനെതിരെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കം രംഗത്തെത്തി. ഡൽഹിയിലെ കോവിഡ് ബാധ സമൂഹ വ്യാപനത്തിലെത്തിയിരിക്കുകയാണെന്നും രോഗികളുടെ എണ്ണം 5.5 ലക്ഷം വരെ ആകുമെന്നും മുന്നറിയിപ്പോടെയാണ് केजरीवाल वादത്തിന് പിന്തുണ നൽകിയത്. तब है जबकि अब तक थोड़े दिन पहले तक लॉकडाउन चल रहा था और अभी तक दिल्ली के हॉस्पिटल्स में दिल्ली के ही जो निवासी हैं, वो चाहे कहीं से भी, जो आदमी आज दिल्ली में रह रहा है वही दिल्ली के हॉस्पिटल तक आ पा रहा था, जो दिल्ली सरकार के प्राइवेट हॉस्पिटल्स हैं. इसीलिए कैबिनेट ने, दिल्ली की कैबिनेट ने निर्णय लिया था कि अभी कुछ समय तक, जब तक कोविड की परेशानी है, आगे आने वाले समय में जब 15,000 बेड्स की आवश्यकता होगी, 33,000 बेड्स की आवश्यकता होगी, 80,000 बेड्स की आवश्यकता होगी जुलाई के एंड तक, तो इनको दिल्ली के जो आज लोग दिल्ली में रह रहे हैं उनके लिए ही मैनेज करके रिजर्व रखा जाए, उनके लिए ही सीमित रखा जाए. लेकिन कल एलजी साहब ने उस फैसले को पलट दिया था. ഇത്രയേറെ രോഗികളെ ചികിത്സിക്കാൻ സംവിധാനമില്ലെന്ന ഡൽഹി സർക്കാരിന്റെ ഒഴിവ് കഴിവ് കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും തള്ളുകയായിരുന്നു. ഡൽഹിയിലെ കോവിഡ് രോഗികളുടെ സ്ഥിതി മൃഗങ്ങളെക്കാൾ പരിതാപകരമാണെന്ന് സുപ്രീം കോടതി വരെ പരാമർശിക്കുകയുമുണ്ടായി. രാജ്യതലസ്ഥാനത്തെ സ്ഥിതി ഭയാനകമാണെന്നും സ്വമേധയാ കേസെടുത്ത് പരിഗണിക്കവേ കോടതി അഭിപ്രായപ്പെട്ടതും ഡൽഹിയിലെ സ്ഥിതിയുടെ നേർചിത്രം നൽകുന്നു. റിസോർട്ട് രാഷ്ട്രീയവും മാറ്റിപ്പാർപ്പിക്കലും രാജ്യത്ത് വീണ്ടും സജീവമാവുകയാണ്. ഈ മാസം 19 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നീക്കം. പതിവ് തെറ്റിക്കാതെ കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കുകയാണ് BJP. രാജസ്ഥാനിൽ MLA-മാരുടെ കൂറുമാറ്റം തടയാൻ കോൺഗ്രസ് നേതൃത്വം ഒരുപടി മുന്നേ നീങ്ങി. MLA-മാരെ റിസോർട്ടിലെത്തിച്ചു. കർണാടക മാത്രമാണ് കോൺഗ്രസിന് അല്പമെങ്കിലും ആശ്വാസം നൽകുന്നത്.
ഇന്ത്യ കണ്ടും കേട്ടും മടുത്തിരിക്കുന്ന ഒന്നാണ് റിസോർട്ട് രാഷ്ട്രീയം. ബസ്സുകളിലും വിമാനങ്ങളിലും രായ്ക്കുരാമാനം MLA-മാരെ സ്വന്തം കേന്ദ്രങ്ങളിലെത്തിക്കാനും അവരുടെ പിന്തുണ ഉറപ്പാക്കാനും രാഷ്ട്രീയ കക്ഷികൾ നടത്തുന്ന പോരാട്ടത്തിന് മോദി സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ അത്രയും പഴക്കമുണ്ട്. കർണാടകയിലാണ് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം ആദ്യം കണ്ടത്. പിന്നീടിങ്ങോട്ട് പ്രസക്തവും അപ്രസക്തവുമായ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം നീക്കങ്ങൾ മധ്യ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാറി മാറി കണ്ടു. ഇന്നിപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്, അതും 1-2 രാജ്യസഭാ സീറ്റുകളിലേക്ക്. ഇതിന് ഇത്ര കണ്ട് പ്രാധാന്യം നൽകുന്നതിന് കാരണവുമുണ്ട്. രാജ്യസഭയിലെ ഭൂരിപക്ഷം നിലനിർത്തുക കേന്ദ്ര സർക്കാരിന് നിർണായകമാണ്. ബില്ലുകളും നിയമങ്ങളും പാസാക്കിയെടുക്കാൻ ഭൂരിപക്ഷം അനിവാര്യമാണെന്നതാണ് കാരണം. കോൺഗ്രസിനും ഭൂരിപക്ഷം ലഭിക്കുക എന്നതാണ് പരമപ്രധാനം. ഒപ്പം പ്രധാന നേതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പദവികൾ നൽകി സമാശ്വസിപ്പിക്കുക എന്ന കാരണവും കൂടിയുണ്ട്. കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അഹമ്മദ് പട്ടേലിന്റെ നിർണായക ഇടപെടൽ ഗുജറാത്തിലെ BJPക്ക് തെല്ലൊന്നുമല്ല തലവേദനയുണ്ടാക്കിയത്. ഇത്തവണ അതുണ്ടാകാതിരിക്കാൻ മുന്നേ കണ്ട് നീക്കം തുടങ്ങുകയും ചെയ്തു. മാർച്ച് ആദ്യം മുതൽക്കേ കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ തുടങ്ങി. മത്സരം നടക്കുന്ന 4-ൽ 2 സീറ്റ് വീതം BJPയും കോൺഗ്രസും നേടുമെന്ന കണക്കിൽ നിന്ന് BJP 3-ഉം കോൺഗ്രസ് 1 സീറ്റും നേടുമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. 8 MLA-മാരെ കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റിയായിരുന്നു നീക്കം. ഇതിനുശേഷമാണ് ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉണർന്നു പ്രവർത്തിച്ചത്. മിച്ചമുള്ള MLA-മാരെ ഹോട്ടലിലേക്ക് മാറ്റി. ഇത്തരത്തിലൊരു പ്രതിസന്ധി നേരിടാൻ രാജസ്ഥാൻ തയ്യാറായിരുന്നില്ല. കാരണം മത്സരരംഗത്തുള്ളവരിൽ ഒരാൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്, രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വിശ്വസ്തൻ. അതിനാൽ തന്നെ തോൽവി ചിന്തിക്കാൻ പോലും സാധിക്കില്ല കോൺഗ്രസിന്. ആളെ അടർത്തി മാറ്റും മുൻപേ MLA-മാരെ ജയ്പൂരിലെ ഹോട്ടലിലെത്തിച്ചു. ഗെലോട്ടും സച്ചിൻ പൈലറ്റും ചേർന്ന്. हॉर्स ट्रेडिंग करके कब तक राजनीति करोगे? इस प्रकार से ये देश के अंदर होने लग गया है. जिस रूप में सामने आ रहा, बहुत खतरनाक खेल चल रहा देश के अंदर. ऐसे लोगों को नेस्तनाबूद करना चाहिए, ऐसे लोगों को झटका देना चाहिए. पब्लिक सब समझ रही है और कोई आश्चर्य नहीं, आने वाले वक्त में पब्लिक खुद झटका दे देगी इनको. രാജ്യസഭയിലേക്ക് 4 ഒഴിവുകളാണ് കർണാടകത്തിലുള്ളത്. കർണാടക നിയമസഭയിലെ അംഗബലം വെച്ച് BJPക്ക് 2 സീറ്റുകളിൽ വിജയിക്കാം. കോൺഗ്രസിന് 1 സീറ്റിലും. കോൺഗ്രസിന്റെ ബാക്കിയുള്ള MLA-മാരുടെ പിന്തുണയുണ്ടെങ്കിൽ JDS-നും 1 സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം. BJP നിർത്തിയത് 3 സ്ഥാനാർത്ഥികളെ. ഗുജറാത്തിൽ അമിത്ഷായുടെ തന്ത്രത്തിൽ അടിതെറ്റിയ കോൺഗ്രസ് JDS-നെ കൂട്ടുപിടിച്ച് തുറുപ്പുചീട്ട് പുറത്തെടുത്തു. കർണാടക രാഷ്ട്രീയത്തിലെ തലമുതിർന്ന നേതാവായ HD ദേവഗൌഡയെ രംഗത്തിറക്കുകയായിരുന്നു അത്. ദേവഗൌഡയോട് മത്സരിക്കണമെന്ന് പറഞ്ഞത് സോണിയാഗാന്ധി തന്നെയാണ്. ഇതോടെ മത്സരിക്കാൻ തയ്യാറായ ദേവഗൌഡയും കോൺഗ്രസിന്റെ മല്ലികാർജ്ജുന ഖാർഗെയും മത്സരരംഗത്തെത്തി. ഇതോടെ 3-ൽ നിന്ന് BJP സ്ഥാനാർത്ഥികൾ 2-ആയി കുറഞ്ഞു. ഫലം ദേവഗൌഡയും ഖാർഗെയും എതിരില്ലാതെ രാജ്യസഭയിലെത്തി. മധ്യപ്രദേശിലും ഭരണം നഷ്ടമായെങ്കിലും രാഷ്ട്രീയ ചാണക്യനായ കമൽനാഥിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. ആദ്യ ഫലസൂചനകൾ അനുകൂലവുമാണ്. BJP ക്യാമ്പിലെത്തി 2 പേരെ മടക്കിക്കൊണ്ടുവരാനും സാധിച്ചു. ദിഗ്വിജയ് സിംഗാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ദിഗ്വിജയ് സിംഗിന്റെ ജയം കമൽനാഥിന് ആത്മാഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. അതിനാൽ എങ്ങനെയും ജയിക്കുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ഇതൊക്കെ മതിയാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഗുജറാത്തിനും രാജസ്ഥാനും പിന്നാലെ മധ്യപ്രദേശും റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് എത്തുമോ എന്ന് കാത്തിരുന്നു കാണാം. കോവിഡ് വ്യാപിച്ചതിനെ തുടർന്ന് ഏറ്റവും കൂടുതൽ മാന്ദ്യം നേരിട്ടത് അസംസ്കൃത എണ്ണ ഉൽപാദന രംഗത്താണ്. ഇന്ത്യക്ക് ബാധകമായ ബ്രെന്റ് എണ്ണ വിലയിലും അമേരിക്കയുടെ WTI എണ്ണ വിലയിലും വൻ ഇടിവാണ് ഏപ്രിൽ മാസത്തിൽ ഉണ്ടായത്. ഈ ഇടിവ് പക്ഷേ ഇന്ത്യൻ പെട്രോളിയം വിപണിയിൽ പ്രതിഫലിച്ചില്ല. രാജ്യം ലോക്ക്ഡൌണിലായിരുന്നിട്ട് കൂടി വിലയിടിവിന്റെ ഭാരം കമ്പനികളിലെത്താതിരിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. സർക്കാരിന് ലാഭമുണ്ടാക്കാനുള്ള നീക്കങ്ങളും. അൺലോക്ക് 1 പ്രാബല്യത്തിൽ വന്നതു മുതൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കുകയും ചെയ്തു. കോവിഡിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാധാരണ ജനങ്ങളുടെ കീശ വീണ്ടും കാലിയാക്കാനുള്ള സഹായം മാത്രമാണ് കേന്ദ്രം ഇപ്പോൾ ചെയ്യുന്നത്.
ലോക്ക്ഡൌണിനിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുയർന്നത് സാധാരണക്കാരന്റെ പക്കൽ പണം ലഭ്യമാക്കുക എന്നതായിരുന്നു. പക്ഷേ വ്യക്തിഗത കാർഷിക വായ്പകൾ അനുവദിക്കുക മാത്രമാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഒപ്പം വായ്പകൾക്കുമേലുള്ള മൊറട്ടോറിയം നീട്ടി നൽകുകയും ചെയ്തു. മൊറട്ടോറിയം നീട്ടി നൽകുമ്പോൾ അതിലുമുണ്ടായിരുന്നു ഉപഭോക്താവിന് ദോഷം വരുന്ന മറ്റൊരു വ്യവസ്ഥ. അടയ്ക്കാത്ത തവണയുടെ പലിശ കൂടും, വായ്പാ തിരിച്ചടവിന്റെ കാലാവധി വർദ്ധിക്കും. ആരും ഇതാദ്യം മനസ്സിലാക്കാതെ മൊറട്ടോറിയത്തിലെ ഇളവ് ഉപയോഗപ്പെടുത്തിയിരുന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡിന്റെ വില കുത്തനെ ഇടിഞ്ഞപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കണ്ണടച്ച കേന്ദ്ര സർക്കാർ അതിന്റെ ആനുകൂല്യം സാധാരണക്കാരന് കൈമാറിയില്ല. പിന്നാലെ സർക്കാർ ഇടപെട്ടു. 2 തവണയായി എക്സൈസ് തീരുവ കൂട്ടി. എണ്ണക്കമ്പനികൾക്ക് ലഭിച്ചിരുന്ന കോടികൾ അങ്ങനെ സർക്കാരിന്റെ കീശയിലായി. സാധാരണക്കാരൻ പഴയ വില നൽകി പെട്രോളും ഡീസലും വാങ്ങി. പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങളെല്ലാം കനത്ത നഷ്ടം നേരിടുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് മാത്രമാണ് ഇത് ലാഭമുള്ള കച്ചവടമായത്. വിലവർധനയ്ക്കെതിരെ ഉയർന്ന പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല, വില കൂട്ടിയില്ലെന്ന ന്യായം പറഞ്ഞ് അവരെ പരിഹസിക്കാനും കേന്ദ്ര സർക്കാർ മറന്നില്ല. ലോക്ക്ഡൌണിൽ ഇളവ് വന്നതോടെ ക്രൂഡ് ഓയിലിനുള്ള ആവശ്യക്കാർ വർദ്ധിച്ചു. ഒപ്പം രാജ്യാന്തര വിപണിയിൽ എണ്ണവില കൂടുകയും ചെയ്തു. വില കുറഞ്ഞിരുന്നപ്പോൾ ചെയ്തതും പറഞ്ഞതുമെല്ലാം സർക്കാരും എണ്ണക്കമ്പനികളും മറന്നു. കൂടിയ വിലയുടെ ഭാരം ഉപഭോക്താവിന് കൈമാറി. കേന്ദ്ര എക്സൈസ് സ്പെഷ്യൽ തീരുവകൾ ചേർത്ത് പെട്രോൾ ഡീസൽ വിലയ്ക്കുമേൽ സാധാരണക്കാരൻ അധികമായി നൽകേണ്ടി വരുന്നത് 32 രൂപ 98 പൈസയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $55 ആയിരുന്നു. മാർച്ച് ആദ്യം ഇത് 35ലേക്കും പിന്നീട് $20 വീണു. ഈ വീഴ്ചയുടെ ഗുണം സാധാരണക്കാരന് കൈമാറാതെയാണ് നികുതി കൂട്ടി സർക്കാർ കോടികൾ കൊയ്തത്. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് ഫലപ്രദമായ ഒരു ഗവൺമെന്റ് അല്ല. സാധാരണ എല്ലാ ഗവൺമെന്റ് പറഞ്ഞ വിലകൾ കുറയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഇവർ ദിവസത്തിന് ദിവസം വിലകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോയ. ഓരോ ദിവസം 50 പൈസ 1 രൂപയും വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ഓട്ടമില്ല, അതിന്റെ കൂടെ ഇതും കൂടെ ആകുമ്പോൾ പാടാണ്. ऑब्वियसली रेट तो बढ़ रहा है, लेकिन अभी इस सिचुएशन में काफ़ी दिक्कत है, क्योंकि मुझे ये लगता है कि सिचुएशन में नहीं बढ़नी चाहिए रेट, क्योंकि एक तो इनकम वैसे ही सबकी സാക്രിഫൈസ് कर रही है, तो फिर രാജ്യാന്തര വിപണിയിൽ എണ്ണവില കൂടുന്നതിന് മുമ്പ് ലാഭം ലിറ്ററിന് 5 രൂപയാക്കാനാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ തിടുക്കം കൂട്ടുന്നത്. ഇതാണ് ലോകത്താകെ വില കുറയുമ്പോഴും ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില കൂടാൻ കാരണം. പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചാൽ അത് പ്രതികൂലമായി ബാധിക്കുക സാധാരണക്കാരനെയാണ്. യാത്രാ ചെലവ് മുതൽ ഭക്ഷണ ചെലവ് വരെ വർദ്ധിക്കും. കോവിഡിനൊപ്പം ഈ വിലക്കയറ്റം കൂടിയാകുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ഇരുട്ടടിയാകും. സാധാരണക്കാരനെയും എണ്ണക്കമ്പനികളെയും ഒരുപോലെ രക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കൂ. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ കുത്തനെ കൂട്ടിയ എക്സൈസ് തീരുവ കുറയ്ക്കണം. ആനകളുടെ ദുരിത കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേട്ടത്. തേങ്ങയിൽ സ്ഫോടക വസ്തു നിറച്ച് ആനയെ കൊലപ്പെടുത്തിയതിൽ നിന്ന് തുടങ്ങി ഛത്തീസ്ഗഡിൽ 3 ആനകൾ ചരിഞ്ഞതിൽ വരെ എത്തി നിൽക്കുന്നു ആനകളോടുള്ള ദ്രോഹത്തിന്റെ കഥ. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാവുകയാണ് ബീഹാർ സ്വദേശി അക്തർ ഇമാം. ആനകളുടെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസും സമ്പത്തും എഴുതി നൽകിയിരിക്കുകയാണ് അക്തർ. ഇത് മോത്തിയും റാണിയും. പട്നയിലെ ജാനിപ്പൂർ സ്വദേശി അക്തർ ഇമാമിന്റെ 2 ആനകളാണിത്. അതുമാത്രമല്ല, അക്തറിന്റെ വീടിന്റെയും മറ്റ് വസ്തുവകകളുടെയും ഉടമകളും ഈ ആനകളാണ്. ഞെട്ടണ്ട, സാമൂഹ്യ മാധ്യമങ്ങളിൽ പടരുന്ന വ്യാജ വാർത്തയൊന്നുമല്ല, സത്യമാണിത്. പന്ത്രണ്ടാം വയസ്സിലാണ് അക്തറിന്റെ ആനപ്രേമം ആരംഭിക്കുന്നത്. അക്തറിന്റെ ജീവനാണ് ഈ 2 ആനകളും. സുഹൃത്തും ഇപ്പോൾ കുടുംബവും ഈ 2 ആനകൾ മാത്രമാണ്. ഇതിന് കാരണവുമുണ്ട്. പലതവണ അക്തറിന് നേരെ വധശ്രമം അടക്കമുണ്ടായപ്പോൾ ഈ ആനകളാണ് രക്ഷകരായത്. അപ്പോൾ പിന്നെ
വീടും വസ്തുവുമൊക്കെ എഴുതി നൽകുന്നതിൽ അതിശയിക്കേണ്ടതില്ല, അല്ലേ? तो मैं ये दिन देखकर मैं सोचा नहीं कि मेरा भी 2 हाथी कभी लवारिस हो जाए। तो हमारे मरने के बाद इसके नाम से प्रॉपर्टी है। मैं ये नहीं चाहता हूँ कि मेरी भी हाथी जो और जैसे लवारिस के तरफ घूम रहे हैं, जिसको खाना नहीं मिल रहा है, दवा नहीं मिल रहा है, इलाज नहीं मिल रहा है, तो कम से कम हमने इसका अपना शेयर, मैं अपना शेयर सिर्फ जो है हाथियों को दे दिया हूँ। സമ്പത്തെല്ലാം ആനകൾക്ക് എഴുതി വെച്ചതോടെ കുടുംബം അക്തറിനെ ഉപേക്ഷിച്ചുപോയി. എന്തിനേറെ പറയുന്നു, ആനകളെ രഹസ്യമായി മറ്റൊരാൾക്ക് കൊടുക്കാൻ പോലും ശ്രമം നടത്തി. बिल्कुल शिकायत भी मैं कहा हूँ कि मेरे पीछे ऐसे मेरे हाथी के जमीन के चलते, हाथी और मेरे हाथी के जमीन के लिए जमीन मुखिया किसी तरह से चाह रहे हैं कि ये अगर मर जाएंगे तो फिर इनका कोई FIR करने वाला भी नहीं है, केस करने वाला भी नहीं है। तो मैं इसलिए सारी जमीन को दे दिया कि वो हाथी मालिक है, आज हम हैं, उसके बाद सरकार मालिक है। देश की राष्ट्रीय संपत्ति है हाथी, ये बचना चाहिए, आने वाली पीढ़ी को देखना चाहिए। और जो हाथी का तस्कर है वो हाथी बचाने वाले हम जैसे विशेषज्ञ का भी है जो तस्कर है, और इसकी हाथ बहुत लंबा ऊपर तक होती है, जहाँ तक हम शिकायत करने जाते हैं वहाँ तक तार। ആനകളെയും സ്വത്തിനെയും സംരക്ഷിക്കാൻ അക്തർ വഴി കണ്ടെത്തി. ആനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വത്ത് കുടുംബത്തിൽ ആർക്കും കിട്ടില്ല എന്നൊരു നിബന്ധനയും വിൽപത്രത്തിൽ എഴുതി ചേർത്തു. ഇന്ന് ആനകൾക്ക് ബാങ്ക് ബാലൻസ് മാത്രമല്ല, പ്രത്യേകം ചെരുപ്പുകൾ വരെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അക്തർ. നിർമ്മാണത്തിലെ വ്യത്യസ്തത കൊണ്ടും ഭംഗി കൊണ്ടും പ്രശസ്തമാണ് ഇൻഡോ ഇസ്ലാമിക് ശൈലി. ഇസ്താംബുൾ അടക്കമുള്ള നഗരങ്ങളിലെ അറബ് നിർമ്മാണ ശൈലിക്ക് സമാനമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഏറെ ഭിന്നതകളുണ്ട് ഇൻഡോ ഇസ്ലാമിക് നിർമ്മാണങ്ങൾക്ക്. ഇത്തരം ശൈലിയിലുള്ള നിർമ്മിതികൾ ദക്ഷിണേന്ത്യയിൽ പരിമിതമാണ്. പക്ഷേ എല്ലാം ഒന്നിനൊന്ന് മികച്ചതും പ്രശസ്തങ്ങളും. അതിൽ ഏറെ ശ്രദ്ധേയമാണ് ഗോൾ ഗുംബസ്. ഇൻഡോ ഇസ്ലാമിക് ശൈലിയുടെ ഭാഗമായ ഡെക്കാൻ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണിത്. ഗോൾ ഗുംബസ് പേര് സൂചിപ്പിക്കും പോലെ ഉരുണ്ട അല്ലെങ്കിൽ വൃത്താകൃതിയിലുള്ള നിർമ്മാണമാണിത്. 4 കോണുകളിൽ മിനാരങ്ങളുണ്ട്. ഗോപുരങ്ങളുണ്ടെങ്കിലും മുകൾ ഭാഗം അർദ്ധവൃത്താകൃതിയിൽ തന്നെയാണ് ഉള്ളത്. അകലെ നിന്ന് നോക്കുമ്പോൾ കൊത്തുപണികളില്ലെന്ന് തോന്നുമെങ്കിലും കുംഭഗോപുരം ആരംഭിക്കുന്നിടത്ത് ചെറുതും ഏറെ പ്രയാസമേറിയതുമായി കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ചെറു കമാനങ്ങളും അതിനെ ചുറ്റിയുള്ള കൽപ്പണികളും എല്ലാം ഗോൾക്കാണ്. ബഹുകോണിലുള്ള ഉയർന്ന വേദിയാണ് ശവകുടീരത്തിനുള്ളിലെ ഹാളിലെ പ്രധാന ആകർഷണം. വേദിക്ക് ഇരുവശവും പടികളുണ്ട്. നടുക്കാണ് ശവകുടീരം. ശവകുടീരം അടങ്ങുന്ന ഹാൾ ലോകത്തിലെ ഏറ്റവും വലിയ ഹാളുകളിലൊന്നാണ്. ഇതിനു ചുറ്റുമാണ് മന്ത്രിക്കുന്ന മണ്ഡപം എന്നറിയപ്പെടുന്ന വിസ്പറിംഗ് ഗ്യാലറി. നമ്മൾ ഉണ്ടാക്കുന്ന ചെറിയ ശബ്ദം പോലും പ്രതിഫലിച്ച് അപ്പുറത്തെത്തും. ശബ്ദതരംഗത്തിന്റെ ചലനത്തിന്റെ രീതി മനസ്സിലാക്കിയാണ് നിർമ്മിതി. ശവകുടീരത്തിനുള്ളിൽ ഒരു കാഴ്ച ബംഗ്ലാവുമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1892 ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഇന്ന് ഈ പുരാതന നിർമ്മിതി. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.